സൈക്കോളജി സീരീസിന്റെ 25ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ട്രേഡിംഗിൽ പല മേഖലകളിലും വളരെ ഗൗരവത്തോടെ നമ്മളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ബയസുകളിൽ ഒന്നായിട്ടുള്ള സർവൈവർഷിപ്പ് ബയസിനെ പറ്റിയിട്ടാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോ ലൈവായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളിൽ സർവൈവർഷിപ്പ് ബയസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സർവൈവർഷിപ്പ് ബയസ് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു സമയം 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം, ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട അനാലിസിസുകളുടെ സമയത്തുമാണ്. ആ സംഭവം ഇപ്പൊ നടക്കുകയാണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ സംഭവത്തിൽ നിങ്ങളൊരു പാർട്ടാവാൻ പോകുന്നു. ഫോർ ദ സേക്ക് ഓഫ് ടെസ്റ്റിംഗ് നിങ്ങളിൽ സർവൈവർഷിപ്പ് ബയസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പൊ ആ ഇൻസിഡന്റ് ഇതാണ്. അപ്പൊ അവിടെ പോർമുഖത്ത് പോയിട്ട് ആക്രമണം നടത്തി തിരിച്ചു വരുന്ന ഫൈറ്റർ ജെറ്റുകളിൽ ആ ഫൈറ്റർ ജെറ്റുകൾ ഫേസ് ചെയ്ത കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള റിസർച്ചും അനാലിസിസും നടക്കുകയാണ്. ഫൈറ്റർ ജെറ്റുകളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള. അപ്പൊ ഇവിടെ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നതാണ് പോർമുഖത്ത് പോയിട്ട് തിരിച്ചു വന്ന ഫൈറ്റർ ജെറ്റുകളുടെ ചിത്രം എന്ന് സങ്കല്പിക്കാം. അപ്പൊ അവിടെ ഈ ഫൈറ്റർ ജെറ്റുകളിൽ കാണുന്ന ഡോട്ടുകളെല്ലാം വെടിയുണ്ടകൾ ഏറ്റ പാടുകളാണ് ഫൈറ്റർ ജെറ്റിൽ. ഓക്കെ, അപ്പൊ ഈ വെടിയുണ്ടകൾ ഏറ്റിട്ടും, ഇത്രയധികം വെടിയുണ്ടകൾ ഏറ്റിട്ടും ഈ ഫൈറ്റർ ജെറ്റുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഈ ഫൈറ്റർ ജെറ്റുകൾക്ക് ഏറ്റവും കൂടുതൽ വെടിയുണ്ട ഏറ്റ ഭാഗത്ത് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാം എന്ന് ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കുകയാണ്. അപ്പൊ ഇത് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ അനാലിസിസ് ടീമിന്റെ ഭാഗമാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താണ് വന്നത്? ഈ ഫൈറ്റർ ജെറ്റുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതിൽ, അതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിൽ ഈ ഏറ്റവും കൂടുതൽ വെടിയുണ്ടകൾ ഏറ്റ ഭാഗത്തെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ഇതിനൊരു ബെറ്റർ ആക്കി മാറ്റാൻ പറ്റുമെന്നുള്ള അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതിനെ ബെറ്റർ ആക്കാൻ നിങ്ങളുടെ മനസ്സിൽ വന്ന ആശയം ഇത് തന്നെയായിരുന്നു എന്നുള്ളതൊന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. അവിടെ അന്ന് അനാലിസിസിൽ ഇതേ കാര്യം വന്നു. ആദ്യഘട്ടത്തിൽ, ഈ ഡിസ്കഷന്റെ ആദ്യഘട്ടത്തിൽ കൂടുതൽ ആളുകളും ഇത് തന്നെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ വെടിയുണ്ടകൾ ഏൽക്കുന്നത് ഈ ഭാഗത്തൊക്കെയാണ് ഫ്ലൈറ്റിന്റെ. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റേണ്ടതുണ്ട്. എന്നാൽ ആ ഡിസ്കഷനിലെ കുറച്ച് ആളുകൾ അതിനെ വേറൊരു ആംഗിളിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവര് പറഞ്ഞ ഭാഗം, അതിന്റെ മറ്റൊരു പെർസ്പെക്റ്റീവ് ഇതായിരുന്നു: നമ്മൾ ഇവിടെ സർവൈവ് ചെയ്തു വന്ന്, അവിടെ വാർ ഫീൽഡിൽ പോയിട്ട് സർവൈവ് ചെയ്തു വന്ന ഫ്ലൈറ്റുകൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഈ തീരുമാനത്തിൽ എത്തുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഒരു പക്ഷേ ഇവിടെ ഈ ഫ്ലൈറ്റിൽ എവിടെയൊക്കെയാണോ വെടിയുണ്ടകൾ ഏൽക്കാത്തത്, ആ ഭാഗത്തൊക്കെ വെടിയുണ്ട ഏൽക്കാത്തത് കൊണ്ടാണ് അത് തിരിച്ചു വന്നത് എങ്കിലോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് തിരിച്ചു വരാത്ത ഫൈറ്റർ ജെറ്റുകളൊക്കെ തന്നെ ഒരു പക്ഷേ ഈ തിരിച്ചു വന്നതിൽ വെടിയുണ്ടകൾ ഏൽക്കാത്ത ഭാഗത്ത് വെടിയുണ്ട ഏറ്റുകൊണ്ട് തകർന്നിട്ടുണ്ടാകാം. അപ്പൊ അവരതിന് പഠനം നടത്തുകയും അങ്ങനെ തകർന്ന ഫ്ലൈറ്റുകളിൽ പലതും ഈ പ്രത്യേക ഭാഗത്ത്, അതായത് ഇപ്പൊ തിരിച്ചു വന്നതിൽ എവിടെയാണോ വെടിയുണ്ട ഏൽക്കാതിരുന്നത് ആ ഭാഗങ്ങളിൽ വെടിയുണ്ട കൊണ്ട് തകർന്നതാണെന്ന് മനസ്സിലാക്കും. അപ്പൊ ആ ആംഗിൾ അനലൈസ് ചെയ്തുകൊണ്ട് അവരതിനെ, ഫ്ലൈറ്റിനെ പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പൊ ഇവിടെ ശരിക്കും സംഭവിച്ചത്, ജനറലി നമ്മൾ ഒറ്റയടിക്ക് നോക്കിയാൽ കാണുന്ന, അല്ലെങ്കിൽ സർവൈവ് ചെയ്തു വന്ന, വിജയിച്ചു വന്ന കാര്യങ്ങളെ നോക്കിക്കൊണ്ട് അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള എന്താണോ സൊല്യൂഷൻ അവിടേക്ക് എത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയുന്നതായിട്ട് കാണുന്നു. നമ്മൾ ഡേറ്റകൾ എടുക്കുന്നത് വിജയിച്ചതിന്റെ കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട്, സർവൈവ് ചെയ്തു വന്നതിന്റെ കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് ഡേറ്റകൾ എടുക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ ആ സർവൈവ് ചെയ്യാത്ത സംഭവമോ കാര്യങ്ങളോ അതിനെ അനലൈസ് ചെയ്യാതെ, അതിനെ മുഖവിലേക്ക് എടുക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു ലോജിക്കൽ എററിനെയാണ് സർവൈവൽഷിപ്പ് ബയസ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരു നടനാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരനെ എടുക്കാം. ആള് മലയാള സിനിമയിൽ പേര് കേട്ട പ്രശസ്തനായ ശ്രീനിവാസൻ എന്ന നടൻ ചെന്നൈ കോടമ്പാക്കത്ത് സിനിമാ മോഹമായിട്ട് വർഷങ്ങളോളം അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച് അവസാനം അയാള് മലയാള സിനിമയിലെ വലിയ ഒരു ഏടായിട്ട് മാറുന്നു. അപ്പൊ ഇയാൾ ഫോക്കസ് ചെയ്യുന്നത്, ശ്രീനിവാസൻ എന്ന നടൻ അവിടെ ഒരു സാധാരണ സാഹചര്യത്തിൽ നിന്ന് വന്ന് അവിടെ കുറേയധികം വർഷം സിനിമാ മോഹവുമായിട്ട് ചെലവഴിച്ച് സിനിമയിൽ എത്തുന്നു എന്നുള്ള ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. എന്നാൽ ഇതേ കോടമ്പക്കത്ത് സിനിമാ മോഹവുമായിട്ട് വന്ന 10,000-കണക്കിന് ആളുകൾ ശ്രമിച്ചിട്ട് സിനിമയിൽ ഒന്നും ആവാതെ ജീവിതം മറ്റു പല വഴിയിലേക്കും തിരിയുന്ന ആ ഒരു സാഹചര്യത്തെ ഇയാള് അൺഅവെയറിംഗിൽ ഇഗ്നോർ ചെയ്യുന്നു.
ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള്, അയാൾ ഇന്ത്യൻ ടീമിലേക്ക്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ ഫോക്കസ് ചെയ്യുന്നത് വളരെ താഴെ തട്ടിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും കളിച്ച് വളർന്നു വന്ന ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ വരെ ആയിട്ടുള്ള MS ധോണിയെ ആയിരിക്കും അയാൾ ഫോക്കസ് ചെയ്യുന്നത്. അയാൾ കാണുന്നത്, അയാൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ധോണി എങ്ങനെ ജീവിച്ചു, ധോണി ഫിറ്റ്നസിനും വേണ്ടിയിട്ട് എന്ത് ട്രൈ ചെയ്തു, എങ്ങനെയാണ് അയാൾ വിജയത്തിലേക്ക് എത്താൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതിലേക്ക് അയാളുടെ ഫോക്കസ് പോകുമ്പോൾ ഇതേ മോഹവുമായിട്ട് വന്ന ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് തന്നെ വന്ന ഒരുപാടധികം ആളുകൾ ഇന്ത്യൻ ടീമിൽ എത്തുക എന്നുള്ള മോഹം, ഒരു താഴെ ഒരു ചെറിയ ടീമിൽ എത്തുന്നതിൽ പോലും, സ്റ്റേറ്റ് ടീമിൽ പോലും എത്താതെ പരാജയപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ പരാജയത്തിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനോ അവിടെ നിന്ന് അതിലെ ഡേറ്റകൾ അനലൈസ് ചെയ്യാനോ മെനക്കെടാത്ത തയ്യാറാവാത്ത മനസ്സിന്റെ ലോജിക്കൽ എറർ ഇവിടെയും റിഫ്ലക്ട് ചെയ്യും. ലോട്ടറി എടുക്കുന്ന ഒരാള്, എല്ലാ ലോട്ടറി എടുക്കുന്നതും വളരെയധികം പ്രതീക്ഷയോടെ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നത് അയാൾ ലോട്ടറി അടിച്ച ആളുകളെ പത്രത്തിലോ TV-യിലോ കാണുന്ന വാർത്തകളിലൂടെ ഇൻസ്പയർ ആയിക്കൊണ്ട് അതിനെപ്പറ്റി, അതിൽ ലോട്ടറിയിൽ വിജയിച്ച ആളെ പറ്റി ചിന്തിച്ച് അതുപോലെ ആവുന്നത് സ്വപ്നം കണ്ട് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അയാൾ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ലോട്ടറി എടുത്തിട്ട് കിട്ടാത്ത സാഹചര്യത്തിലേക്ക് അയാളുടെ മനസ്സ് പോകാത്ത ആ അവസ്ഥയിലേക്ക് ആളെ നയിക്കുന്നത് ഇതേ പറഞ്ഞ സർവൈവർഷിപ്പ് ബയസ് ആണ്. ഇത് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ട്രേഡിങ്ങിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഇനി ഹോൾ നമ്മുടെ എൻ്റയർ ട്രേഡിംഗ് കരിയറിന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണോ ഈ ഓരോരോ കരിയറിലെ ആളുകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അതേ രീതിയിൽ തന്നെ ട്രേഡിംഗ് കരിയറിലേക്ക് വരുമ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ, വിജയിച്ച ആളുകൾ ആയിരിക്കും ഒരു ട്രേഡറെ സംബന്ധിച്ച് അയാളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അയാൾ കാണുന്നത്, ചെയ്യാൻ ശ്രമിക്കുന്നത്, പഠിക്കാൻ ശ്രമിക്കുന്നത് അവരെന്ത് ചെയ്തോ എന്നുള്ളത് മാത്രമായിരിക്കും. അവിടെ അവർ മറ്റ് ആസ്പെക്റ്റുകൾ എല്ലാം മറക്കുന്നു. 95% വരുന്ന ഭൂരിഭാഗം ആളുകൾ പരാജയപ്പെടുന്ന ഒരു മേഖലയാണെന്നുള്ളതും ആ പരാജയപ്പെടുന്ന ആളുകൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കാനോ അതിൽ നിന്ന് ഡേറ്റ എടുക്കാനോ ശ്രമിക്കാതെ വിജയിച്ച ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഡേറ്റകൾ മാത്രം എടുത്തുകൊണ്ട് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ കുറെ അധികം ആളുകൾ ശ്രമിക്കുന്നത് ഇതേ ബയസിന്റെ സ്വാധീനത്താലാണ്. അപ്പൊ ഇന്നെ നമുക്ക് ജനറലി ട്രേഡിംഗ് എന്നുള്ള കരിയറിലേക്കുള്ള ഫോക്കസ് എടുത്താൽ പോലും അവിടെ ഇതിന്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്, ഈ കരിയർ ചൂസ് ചെയ്യുന്നതിൽ പോലും. ഇനി ഓരോ ഏരിയ തിരിച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രേഡേഴ്സ് പൊതുവെ കൂടുതൽ വിൻറേഷ്യുള്ള മെത്തേഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്, വിന്നിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്ന, സക്സസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെടുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് സർവൈവൽഷിപ്പ് ബയസ് ആണ്. അപ്പൊ അവിടെ ഒരു 70% വിൻറേഷ്യുള്ള ഒരു മെത്തേഡിനെ പറ്റിയിട്ട് ഒരാൾ കേൾക്കുകയും അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് അയാൾ ആ പരാജയപ്പെടുന്ന 70% വിജയിക്കുക എന്ന് പറയുമ്പോൾ 70% വിൻറേഷ്യോ, 100 ട്രേഡിൽ 70 ട്രേഡുകൾ വിജയിക്കുന്ന ഒരു മെത്തേഡ് ഒരാൾ ഫോളോ ചെയ്യാൻ തീരുമാനിക്കുന്നു. വേറൊരു ഇൻഫ്ലുവൻസറുടെ മറ്റൊരാളുടെ മെത്തേഡ് അയാൾ കാണുന്നു. അപ്പൊ ആ 70 ട്രേഡുകൾ വിജയം എന്നുള്ളതിന്റെ കാര്യത്തിൽ അയാൾ ഫോക്കസ് ചെയ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ആ 30 ലോസ് ആവുന്ന ട്രേഡുകൾ എങ്ങനെയാണ് ലോസ് ആവുന്നത് എന്നുള്ളതിനെ പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുന്നത്, അതിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യാതിരിക്കുന്നത് സർവൈവൽഷിപ്പ് ബയസിന്റെ സ്വാധീനം കൊണ്ടായിരിക്കും. അവിടെ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ ഒരു എലമെന്റിനെ, സർവൈവർഷിപ്പ് ബയസിന്റെ ഈ ഒരു എലമെന്റിനെ മറികടന്നുകൊണ്ട് ഇതിനെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷനിൽ എത്താൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണത്തിന് 70% വിൻറേഷ്യുള്ള ഒരു മെത്തേഡ് ചെയ്യുന്ന ഒരാൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 1000 rupees വെച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു എന്ന് കരുതുക. എന്നാൽ അയാൾ റിസ്ക് എടുക്കുന്നത് ഓരോ ട്രേഡിലും അയാൾ ബുക്ക് ചെയ്യുന്ന പ്രോഫിറ്റ് 3 മടങ്ങാണ്. ഇപ്പൊ ചില ഓപ്ഷൻ സെല്ലിങ് പോലെയുള്ള മെത്തേഡുകളിൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് കുറെ അധികം വിൻ റേഷ്യോ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് അത്തരം മെത്തേഡിന്റെ പിറകെ ചില ആളുകളൊക്കെ പോകുന്നത്. അപ്പൊ അവിടെ വർഷങ്ങളോളം ആ നേക്കഡ് ആയിട്ടുള്ള ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ വളരെയധികം സമയം അവർക്ക് ഫേവർ ആയിട്ട് അത് വരികയും തീറ്റാഡിക്കയുടെ ഒക്കെ ആനുകൂല്യം കൊണ്ട്, എന്നാൽ വർഷങ്ങളോളം ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ പിന്നീട് അത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലെങ്കിൽ 4-5 വർഷം കൊണ്ട് സക്സസ് ആയി എന്ന് വിചാരിക്കുന്ന ഒരാളുടെ അത്രയും കാലം ഉണ്ടാക്കിയ മുഴുവൻ പ്രോഫിറ്റിനെയും പിന്നീട് കുറച്ച് മാസങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ആ മെത്തേഡ് മാറ്റിയെടുക്കും. എങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഇതിലെ സർവൈവ് ചെയ്ത ആ വിൻ റേഷ്യോ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരാൾ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ,
അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു തുടങ്ങിയ ഉദാഹരണത്തിൽ 1000 രൂപ വെച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു, 3000 രൂപ വെച്ചിട്ടും അതിന്റെ 3 മടങ്ങ് റിസ്ക് ഈ 30% ട്രേഡിൽ എടുക്കുന്ന ഒരു മെത്തേഡ് ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അയാളെ സംബന്ധിച്ച് 70 ട്രേഡിലൂടെ അയാൾ 7000 രൂപ ഉണ്ടാക്കുന്നുണ്ട്. ശരിയാണ്. 30 ബാക്കി അയാൾ ലോസ് ബുക്ക് ചെയ്യുന്ന ട്രേഡിൽ ഓരോ ട്രേഡിലും 3000 ലോസ് ബുക്ക് ചെയ്തുകൊണ്ട് 90000 രൂപയുടെ ലോസ് അയാൾ ഉണ്ടാക്കുന്നു. അപ്പൊ 90000 നിന്ന് 70,000 പോയാൽ നെറ്റ് 20,000 ആയിരിക്കും ഈ മെത്തേഡിലൂടെ അയാളുടെ ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അത് എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് അതിന്റെ സ്കെയിൽ അതുപോലെ കൂടും. എന്നാൽ ഒറ്റയടിക്ക് കേൾക്കുന്ന ഒരാൾക്ക് ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. 100 എടുക്കുന്ന 100 ട്രേഡിൽ 70 ട്രേഡുകളും വിജയിക്കുന്നു. അപ്പൊ ഇതിലേക്ക് മനുഷ്യൻ അട്രാക്ട് ചെയ്യപ്പെടുന്ന, അതിലേക്ക് സ്വാധീനം ചെലുത്തുന്ന ഒരു വശമാണ് സർവൈവൽഷിപ്പിന്റെ ട്രേഡിങ്ങിലുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അത് സ്വാധീനിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുന്നത്, ഇത്തരം സർവൈവൽഷിപ്പ് ബയസ് ഉള്ള ആളുകൾ സ്വാധീനിക്കപ്പെടുന്നത് ലക്കി ട്രേഡേഴ്സിനാലായിരിക്കും. ലക്കി ട്രേഡേഴ്സിനാൽ സ്വാധീനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ അയാളുടെ റിട്ടയർമെന്റ് ആനുകൂല്യമെല്ലാം ഇൻഫോസിസ് എന്നുള്ള സ്റ്റോക്കിൽ ഇടുകയും വർഷങ്ങൾക്ക് മുമ്പ്, ഡിക്കേഡുകൾക്ക് മുമ്പ് ഇന്ന് അത് വലിയ ഒരു അസറ്റായിട്ട് മാറുകയും ചെയ്തു എന്നുള്ള വാർത്ത കേട്ടുകൊണ്ട് മാർക്കറ്റിലേക്ക് വന്ന ഒരാള്, ആ ചെയ്ത ആള് കൃത്യമായ അനാലിസിസ് ചെയ്യാതെ വലിയൊരു എമൗണ്ട് അയാൾക്ക് കിട്ടിയ അയാളുടെ റിട്ടയർമെന്റ് ആനുകൂല്യം ഒന്നിച്ചൊറ്റ സ്റ്റോക്കിൽ ഇട്ടു. അപ്പൊ അവിടെ ലക്ക് വലിയൊരു പ്ലേ ചെയ്തു. ആ ലക്കിന്റെ സ്വാധീനത്താൽ അയാൾ ഇന്ന് വലിയ സമ്പന്നനായിട്ട് മാറി. ഇത് കേട്ടുകൊണ്ട് ഒരാള് തനിക്ക് കിട്ടിയ തന്റെ കയ്യിലുള്ള പണം മുഴുവൻ ഒന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്റ്റോക്കുകളിൽ മാത്രം കൃത്യമായിട്ട് മാനേജ് ചെയ്യാതെ ഈ ഒരു കാര്യത്തെ ബിഹേവ് ചെയ്തുകൊണ്ട്, ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അത് ആ ലക്ക് എന്നുള്ള ഫാക്ടർ അവിടെ ഉണ്ട് എന്നുള്ളതിനെ മനസ്സിലാക്കാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അത് അവിടെ സർവൈവൽഷിപ്പ് ബയസിന്റെ സ്വാധീനമാണെന്ന് പറയാം. ഇപ്പൊ ബിറ്റ്കോയിനിലൊക്കെ പണ്ടെന്നോ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഇപ്പോ 2000 മുമ്പ് $1 താഴെ വില ഉണ്ടായിരുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ, ചില ആളുകൾ കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാതെ കുറച്ച് ഫണ്ട് അതിൽ കൊണ്ടിട്ടു. ആ ഫണ്ട് വലിയ രീതിയിൽ വളർന്നു. അവര് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലിട്ടുള്ള റിച്ച് ആയിട്ട് അവർ മാറി. അവിടെ ലക്കിന് വലിയ റോൾ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാതെ ഇന്ന് അത് കേട്ടിട്ട് കുറെ ആളുകൾ ക്രിപ്റ്റോയിൽ പോയിട്ട് പുതിയ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യാതെ ചെയ്യുമ്പോൾ അത് സർവൈവർഷിപ്പ് ബയസിന്റെ സ്വാധീനമായിട്ട് മാറും. മൂന്നാമത് സർവൈവർഷിപ്പ് ബയസ് സ്വാധീനിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളും എക്സ്പെക്ടേഷനും സെറ്റ് ചെയ്യുന്നിടത്താണ്. അപ്പൊ ഇത് നമ്മൾ മുമ്പ് ചില ബയസുകളൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് ആ ബയസുകളുടെ സ്വാധീനത്താലും ഇതേ എലമെന്റ് ഒരാളിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെ പല ബയസുകളിലും ഇതേ കാര്യങ്ങൾ വരുന്നു എന്നുള്ളതിൽ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ട്രേഡറെ സ്വാധീനിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള അയാളുടെ ബിഹേവിയർ, ബിലീഫ് സിസ്റ്റങ്ങൾ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-12 മേജർ കാര്യങ്ങളായിരിക്കും ഒരു ട്രേഡറെ ഫെയിലിയർ ആക്കുന്ന രീതിയിൽ അയാളിൽ വർക്ക് ചെയ്യുന്ന എലമെന്റുകൾ എന്ന് പറയുന്നത്. അത് ബിലീഫ് സിസ്റ്റം ആവാം, അല്ലെങ്കിൽ ബിഹേവിയറിന്റെ ആസ്പെക്റ്റിലാവാം. എന്നാൽ ഈ 10-12 വരുന്ന ഇത്തരം ബിഹേവിയറുകൾ, ബിലീഫ് സിസ്റ്റങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്ന കാരണങ്ങൾ എടുത്താൽ 100ഓളം സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ടാവുന്നതാണ്. അപ്പൊ നിങ്ങളിത് റിപ്പയർ ചെയ്യാൻ എല്ലാത്തിലും ഒരാൾ റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങളിൽ ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനത്താൽ, മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞതാണ്. ഇപ്പൊ സൈക്കോളജി എപ്പിസോഡ്, മുമ്പത്തെ എപ്പിസോഡുകൾ കാണാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, ആദ്യമായിട്ട് ചാനലിൽ വന്ന ഒരാളാണെങ്കിൽ മുഴുവൻ എപ്പിസോഡിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു എപ്പിസോഡ് എന്നുള്ള രീതിയിൽ സാവകാശം മാത്രം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോ ആ ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനത്താലും ഒരാളിൽ ഈ പറഞ്ഞ പോലെ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് വരുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒപ്റ്റിമിസം ബയസ് ആണോ അതല്ലെങ്കിൽ സർവൈവർഷിപ്പ് ബയസ് ആണോ എന്നുള്ളത് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് ഏതിലാണോ സൊല്യൂഷൻ ആയിട്ട് പറഞ്ഞ സൊല്യൂഷൻ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത്. ഒപ്റ്റിമിസം ബയസിന്റെ സ്വാധീനമാണുള്ളത്. അപ്പൊ അതിൽ പറഞ്ഞ സൊല്യൂഷനിലും എക്സസൈസിലുമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ചില ആളുകൾക്ക് ഇതിന്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു കേൾക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ലോലാപലൂസ എഫക്ട് എന്നുള്ള ഒരു സൈക്കോളജിക്കൽ എഫക്റ്റിനെ പറ്റി മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോന്നിലും തോട്ട് പ്രോസസ്സ് നിരന്തരം ആവർത്തിച്ചുള്ള ഈ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അവയർനെസ്, അത് ചിന്തിക്കുന്നതിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഇതിലൂടെയാണ് ഇത്തരം എലമെന്റുകളുടെ സ്വാധീനത്തിൽ നിന്നും ഒരു മൈൻഡ് ഗെയിം ആയിട്ടുള്ള ട്രേഡിങ്ങിൽ നിങ്ങളുടെ കൺട്രോളിലുള്ള വളരെ പോളിഷ് ചെയ്ത, ട്യൂൺ ചെയ്ത ഒരു മൈൻഡായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുക.
അപ്പൊ ഇങ്ങനെ വളരെ വൈഡ് ആയിട്ട് തന്നെ പല ഏരിയകളിലും സർവൈവർഷിപ്പ് ബയസ് സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തുകൊണ്ട് എങ്ങനെ സമീപിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ സ്വാധീനത്തെ മറികടക്കാൻ പറ്റും, ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഏറ്റവും ആദ്യത്തെ സൊല്യൂഷൻ അല്ലെങ്കിൽ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് സീക്ക് ദ അൺസീൻ എന്നുള്ള ഒരു ഹാബിറ്റ് ആണ്. എന്താണ് സീക്ക് ദ അൺസീൻ എന്ന് പറയുന്നത്? ഈ ബയസ് എന്താണ് ചെയ്യുന്നത്? അവിടെ ഫെയിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഡേറ്റകൾ മാത്രം എടുക്കുന്നു എന്നുള്ളതാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അവിടെ അതിന്റെ നേരെ തിരിച്ച് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അൺസീൻ ആയിട്ടുള്ള, ഇപ്പൊ ആ ഫ്ലൈറ്റിന്റെ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ, ഫൈറ്റർ ജെറ്റിന്റെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ അവിടെ അൺസീൻ ആയിട്ടുള്ള ഒരു ആംഗിളിലേക്ക് നോക്കിയതുപോലെ ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴും നിങ്ങൾ അൺസീൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നോക്കുന്നു. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം, ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഒരു പ്രൈസ് ആക്ഷൻ ആണ് കരുതുക. ഫോർ എക്സാമ്പിൾ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റിൽ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. അപ്പൊ നിങ്ങൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബയസിന്റെ സ്വാധീനത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ട്രയാങ്കിൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ബ്രേക്ക് ഔട്ട് എവിടെയൊക്കെ കാണുന്നുണ്ടോ അങ്ങോട്ടൊക്കെ നിങ്ങളുടെ കണ്ണുകൾ പോവുകയും ഇത് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ബയസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വളരെ കോൺഷ്യസ്ലി ചെയ്യേണ്ടത് എന്താണ്? ഈ പാറ്റേൺ എവിടെയൊക്കെ പരാജയപ്പെടുന്നു എന്നുള്ളത് വളരെ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തിരയുന്നതിനോടൊപ്പം തന്നെ എവിടെയൊക്കെ ഇത് പരാജയപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, നിങ്ങൾ ട്രേഡിങ്ങിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ വിജയിച്ച ആളുകളെ ഫോളോ ചെയ്യുന്നതിനൊപ്പം തന്നെ പരാജയപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യാനോ അയാളോട് ഇടപെടാനോ അല്ലെങ്കിൽ അത്തരം ആളുകളുടെ സംസാരങ്ങൾ കേൾക്കാനോ ഒക്കെ ഇടപെന്നാൽ അതിനെ അവഗണിക്കാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരാള് നിങ്ങളുടെ ഒരു സുഹൃത്ത് പറയുന്നു, ട്രേഡിങ്ങിൽ നീ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? പൊന്നു മോനെ പോയി പെടണ്ട കേട്ടോ, കാശ് വെറുതെ കളയണ്ട എന്ന് പറയുന്നു എന്ന് കരുതുക. അതിനർത്ഥം ആ സുഹൃത്ത് ചിലപ്പോൾ 1-2 വർഷം ട്രൈ ചെയ്തിട്ട് ഇത് പരാജയപ്പെട്ട് മാറിയതാകും. അപ്പൊ അങ്ങനെയുള്ള ഒരാള് അയാൾ എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യും എന്നുള്ളതോടെ അയാളുടെ അടുത്ത് പോവാതിരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അയാൾ കേൾക്കാനിരിക്കുന്നതിന് പകരം താല്പര്യത്തോടെ കൗതുകത്തോടെ അയാളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കാം. നിങ്ങൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്തിരുന്നത്, എന്ത് മെത്തേഡാണ് ചെയ്തിരുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അയാള് ചെയ്ത മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഏത് വഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ളതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടുകയും ചെയ്യും. അപ്പൊ ആ വഴിയിലൂടെ പിന്നെ സഞ്ചരിക്കേണ്ടതില്ല, പിന്നെ മറ്റ് അവൈലബിൾ ആയിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണോ അങ്ങോട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന വീഡിയോകൾ കാണാൻ, സക്സസ് ആയ ട്രേഡുകൾ കാണാൻ എല്ലാവർക്കും താല്പര്യമാണ്. എന്നാൽ മറിച്ച് ഒരാൾ ലോസ് ബുക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് മറ്റതിന് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രാധാന്യം അങ്ങനെ അല്ലാത്തൊരു വീഡിയോ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ കൊടുക്കണം. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് അയാൾ ചെയ്ത മെത്തേഡ് എന്തായിരുന്നു, എന്തുകൊണ്ട് അത് പരാജയപ്പെട്ടു, അത് നോർമലി അയാളുടെ ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരാജയമാണോ അതല്ലാത്തതാണോ എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യുന്നതിലൂടെ അയാൾ ചെയ്തതിൽ തെറ്റായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇനി നിങ്ങളിൽ പലരും ട്രേഡ് ചെയ്യുന്നതിൽ പല ആളുകളും വിജയിച്ച ട്രേഡുകൾ എന്തുകൊണ്ട് വിജയിച്ചു എന്നുള്ളത് നോട്ട് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യുന്ന മെത്തേഡുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇന്ന കാര്യം കൊണ്ട് ഞാൻ ഇങ്ങനെ ട്രേഡ് എടുത്തത് കൊണ്ടാണ് ഈ ട്രേഡ് വിജയിച്ചത്, അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് പിന്നെ അതുപോലെ വിജയിച്ച ട്രേഡുകൾ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു മനോഭാവം നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളില് സർവൈവർഷിപ്പ് ബയസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വളരെ ബോധപൂർവം നിങ്ങൾ വിജയിച്ച ട്രേഡ് ഞാൻ എന്തുകൊണ്ട് ഇവിടുന്ന് ട്രേഡ് എടുത്തപ്പോൾ വിജയിച്ചു, ഇങ്ങനെ ചെയ്തപ്പോൾ വിജയിച്ചു എന്ന് അനലൈസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാധാന്യം നിങ്ങൾ പരാജയപ്പെട്ട ട്രേഡുകൾ എടുത്തുകൊണ്ട് അത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് വിശകലനം ചെയ്യുന്ന രീതിയിൽ അതിന്റെ ആ ഫെയിൽ ആയതിന്റെ ഡേറ്റകൾ, അതായത് സർവൈവ് ചെയ്തതിന്റെ ഡേറ്റകളല്ല, സർവൈവ് ചെയ്യാത്തതിന്റെ ഡേറ്റകൾ എടുക്കുന്നതിലൂടെ അവിടെ നമുക്ക് ഈ പറഞ്ഞ ബയസിനെ മറികടക്കാൻ പറ്റും. രണ്ടാമതായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അസംഷനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ അസംഷൻ എന്ത് കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പൊ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ശരി, ഒരു ട്രേഡിന്റെ സക്സസുമായിട്ട് ബന്ധപ്പെട്ടാണ്, ട്രേഡിംഗ് കരിയറിലെ സക്സസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ഒരു ട്രേഡിലെ സക്സസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ആ അസംഷനിലൊക്കെ ഇതേപോലെ ഈ ബയസിന്റെ സ്വാധീനം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു ട്രേഡ്, ആ ട്രേഡ്
വിജയിക്കും എന്നുള്ള അസംഷനിലേക്ക് പോകുന്നതിന് പകരം, അങ്ങനെ പോകുന്ന ഒരു നേച്ചറാണ് സർവൈവർഷിപ്പ് ബയസ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ അതിന് പകരം നിങ്ങൾ വളരെ കോൺഷ്യസ്ലി ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഈ ട്രേഡ് പരാജയപ്പെട്ടാൽ അടുത്ത എന്റെ പ്ലാൻ എന്താണെന്നുള്ളത് ചിന്തിക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞൊരു എക്സസൈസ് ആണ്. ഇത് ഒരേ സമയം സർവൈവർഷിപ്പ് ബയസിനെ മറികടക്കാൻ പറ്റുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഈ ലോസിന്റെ പെയിനെ മറികടക്കാനും കൂടെ ഉള്ള ഒരു എക്സസൈസ് ആണത്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കുറച്ച് സെക്കൻഡുകൾ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യേണ്ടത്, ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് പറ്റിയാൽ ഏറ്റവും ബെസ്റ്റ്, അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷമെങ്കിലും ആ ട്രേഡിൽ നിങ്ങൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് താഴേക്ക് വന്ന് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്നതായിട്ടുള്ള ഒരു വിഷ്വൽ നിങ്ങളുടെ മനസ്സിൽ കാണുക. ആ ട്രേഡിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത ലോസ് എന്താണോ ആ ലോസ് അവിടെ മൈനസ് എന്ന രീതിയിൽ എമൗണ്ട് MTM ആയിട്ട് റെഡ് കളറിൽ കാണുന്നത് വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അസംഷനിലേക്ക് പോയിക്കൊണ്ടുള്ള അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു എലമെന്റ് കുറഞ്ഞു വരും. അപ്പൊ ഈ അസംഷൻ പോസിറ്റീവ് ആവുന്നത് കൊണ്ട് സർവൈവൽഷിപ്പ് ബയസിന്റെ സ്വാധീനത്താൽ ഇത് പോസിറ്റീവ് ആവുന്നത് കൊണ്ടാണ് മിക്കവാറും ആളുകളും ഇപ്പൊ ഒരു മെത്തേഡ് ചെയ്തു തുടങ്ങുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ ഇത്ര രൂപയ്ക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ ചെറിയ ഒരു 10-30 രൂപയ്ക്ക് ഓപ്ഷൻ ചെയ്യാണ്, അപ്പൊ അതിന്റെ ഒരു 20% ഞാൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ ആയിട്ട് പലപ്പോഴും നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ആളുകൾ വരാറുണ്ട്. അപ്പൊ അവിടെ ഒറ്റ ട്രേഡിൽ 20-25% ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിന്റെ 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അടുത്ത കുറച്ച് ട്രേഡുകൾ എടുക്കുന്ന സമയത്ത് അത് 25% വെച്ചിട്ട് ഇത്രയാവും, അപ്പൊ ഒരു മാസം കൊണ്ട് ഇത്രയാവും, ഒരു വർഷം കൊണ്ട് ഇത്രയാവും എന്നുള്ള അസംഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന സർവൈവർഷിപ്പ് ബയസിന്റെ എലമെന്റ് ഉണ്ടാവും. അപ്പൊ അവിടെ വളരെ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ചലഞ്ച് ഈ അസംഷനെ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അസംഷൻസ് വരുന്ന സമയത്ത് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് സംഭവിച്ചാലുള്ള കാര്യം എന്താണ്. അപ്പൊ അങ്ങനെ ലാഭമായി പോകുന്നതിന് പകരം 25% നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിന്റെ 12% നിങ്ങൾ റിസ്ക് എടുക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ അടുത്ത് വരുന്ന ചില ലോസുകളിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു പ്രതിഫലനം എന്നുള്ളത് മനസ്സിൽ കാണാൻ വേണ്ടിയിട്ട് നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ അസംഷനെ ചലഞ്ച് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ വിജയം എന്നുള്ള ആസ്പെക്റ്റിൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അസംഷൻസ് വരുന്നു ആ സമയത്ത് വളരെ കോൺഷ്യസ് ആയിട്ട് അതിന്റെ മറ്റേ ആംഗിളും കൂടെ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ചലഞ്ച് ചെയ്യുന്ന രീതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളിലുള്ള സർവൈവർഷിപ്പ് ബയസിനെ നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും, റിയലിസ്റ്റിക് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പുതുതായിട്ട് വന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സിൽ പലരും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടില്ല, അത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പുതുതായിട്ട് വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന 1-on-1 സൈക്കോളജി മെന്റർഷിപ്പിനെ പറ്റിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിനെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ്. പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് നമ്മളുടെ മെമ്പർഷിപ്പ്, യൂട്യൂബിലെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളത് സപ്പോർട്ട് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ എടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ട്രേഡുകൾ, സ്വിംഗ് ഇൻവെസ്റ്റ്മെന്റ് ട്രേഡുകൾ, പൊസിഷണൽ ട്രേഡുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡിസ്കോഡിലൂടെയാണ് അത് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ വീണ്ടും അടുത്ത ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഘട്ടത്തിനുള്ള അവസരങ്ങൾ വന്നു തുടങ്ങുന്നു എന്നുള്ളത് നമുക്ക് പറയാം. വരും മാസങ്ങളിലൊക്കെ നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പോൾ വളരെ മോശം സമയമാണെങ്കിലും ഇനി അങ്ങോട്ട് വളരെ സാധ്യതകളുള്ള ഒരു സമയമായിരിക്കും. രണ്ടാമത്തെ ഒരു ഘട്ടത്തിലുള്ള ഒരു മാർക്കറ്റിലെ റാലിയൊക്കെ അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എൻ്റെ റിവ്യൂ. അപ്പോൾ അതിന്റെ ഭാഗമാവാൻ താല്പര്യമുള്ള ആളുകൾക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാവാം. മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മുടെ സൈക്കോളജി 1-on-1 മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്താണ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്? ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം വരെ ഇന്ത്യയിൽ ട്രേഡേഴ്സിന്റെ സൈക്കോളജി ചേഞ്ച് ചെയ്യാനുള്ള ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള 1-on-1 പ്രോഗ്രാമുകൾ, 1-on-1 ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഇല്ല. ഇത് തന്നെയാണ് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആരാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് പ്രശ്നമുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക്, എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇതിന് കിട്ടുക?
സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു ട്രേഡിംഗിൽ വിജയിക്കാൻ വേണ്ടത് പ്രധാനമായിട്ടും 80% സൈക്കോളജി, 20% സ്ട്രാറ്റജി. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സൈക്കോളജിയാണ് നിങ്ങളെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു റൂൾ സെറ്റ് ചെയ്യും. ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് എന്നൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ പിന്നെ റൂൾ ബ്രേക്ക് ചെയ്യും. ചിലർക്ക് ഓവർ ട്രേഡ് ആണ്, റിവഞ്ച് ട്രേഡ് ചിലരുടെ പ്രശ്നമാണ്. ചില ആളുകൾക്ക് ടാർഗറ്റ് ഒക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ മുഴുവൻ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല, നേരത്തെ എക്സിറ്റ് ചെയ്യും. ചില ആളുകൾ സ്റ്റോപ്പ് ലോസേ വെക്കില്ല, ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്യും. അങ്ങനെയുള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ടാണ്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മളവിടെ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്. അപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് തോട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. അപ്പൊ ആ നോളജിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ ബിഹേവിയർ ആണ്. അപ്പൊ ബിഹേവിയർ മാറ്റണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങളുടെ ന്യൂറൽ പാത്വേകളെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് ഉള്ള എക്സസൈസുകൾ, സൈക്കോളജിക്കൽ എക്സസൈസുകൾ തന്നുകൊണ്ട് ആ ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നു. ആദ്യം പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ ഇവിടെ ആ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിന്റെ ചില കളികൾ ഉണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അത് നമ്മൾ ഈ 1.5 വർഷം കൊണ്ട് 30ഓളം പേർക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഫേസ് കഴിയുമ്പോഴേക്കിന് തന്നെ ആ മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ഒരു 50-60% ആളുകളുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് നമ്മൾ ഈ 30ഓളം ആളുകൾക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രോഗ്രാമിലുണ്ട്. മൊത്തം വലിയ പ്രോഗ്രാമിന് 3 ഫേസ് ഉണ്ട്, പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്തിൽ നമ്മളൊരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെയാണ് അപ്രോച്ച് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ബിസിനസ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഒരു ബിസിനസ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സാപ്പ് എന്ന് പറയും സർവേ ചെയ്ത് അനാലിസിസ് ചെയ്ത് ആ ബിസിനസ് പ്ലാൻ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് അതിനെ മോണിറ്റർ ചെയ്ത് അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ പോകുന്ന അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആ സർവേ അനാലിസിസ് പ്ലാനിങ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ചെയ്യുന്ന അതേ കാര്യം നമ്മൾ ട്രേഡിങ്ങിനെയും ഒരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ട്രേഡിങ്ങിലെ ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെയ്യും. അപ്പൊ പലർക്കും ഇതിലൊരു പ്രോസസ്സും സിസ്റ്റവും ഒന്നും ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ആളുകൾ പരാജയപ്പെടുന്നത്. അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ അവിടെയാണ് നമ്മൾ സൈക്കോളജിക്കൽ എലമെന്റുകളിലേക്ക്, സൈക്കോളജിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്, സൈക്കോളജിക്കൽ എക്സസൈസിലേക്ക് കിടക്കുന്നത്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുന്നത്, ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നത്, അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങളുടെ സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ചില മൊഡ്യൂളുകൾ ചിലർക്ക് ആഡ് ചെയ്തും ഒഴിവാക്കിയും ഒക്കെയാണ് ഇത് മുന്നോട്ട് പോവുക. അപ്പൊ അത് സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ വരുന്നത് വലിയ പ്രോഗ്രാമിലാണ്, 2 മന്ത് പ്രോഗ്രാമിലാണ്. നമുക്ക് 2 മന്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, 1 മന്തിന്റെ പ്രോഗ്രാം ഉണ്ട്, 3 വീക്കിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുക. ഏറ്റവും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ബെസ്റ്റ് പ്രോഗ്രാം 2 മന്ത് പ്രോഗ്രാമാണ്. അതാണ് കംപ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ വളരെയധികം സമയം കിട്ടും. നിങ്ങൾ ട്രേഡ് എടുക്കുകയും ആ ട്രേഡിനെ പിന്നീട് നമ്മൾ ട്രേഡ് എടുക്കേണ്ട രീതി ആദ്യം സെറ്റ് ചെയ്യും. പിന്നീട് നിങ്ങൾ ട്രേഡ് എടുത്ത് ഓരോ ദിവസവും ആ ട്രേഡ് ഡിസ്കസ് ചെയ്യും, അവിടെ വന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും. ആ പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ സൈക്കോളജിക്കൽ എലമെന്റുകൾ വർക്ക് ചെയ്തെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യും. എക്സസൈസുകൾ തന്നത് അതിൽ എന്തെങ്കിലും വേണ്ടത്ര റിസൾട്ട് ഇല്ലെങ്കിൽ എക്സസൈസുകൾ മാറ്റി, അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. നിങ്ങൾ എന്ത് പ്രശ്നമായിട്ടാണോ വന്നത് ആ പ്രശ്നം നമ്മുടെ പ്രോഗ്രാം തീരുമ്പോഴേക്കും നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ നമ്മൾ മാറ്റിയെടുത്തിരിക്കും. നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ മാറ്റിയെടുക്കുന്നതിലൂടെ, നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഏതൊരാളെയും പ്രോഫിറ്റിലാകാൻ സഹായിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ കറക്റ്റ് ആവുന്നതിലൂടെ നിങ്ങൾ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സൈക്കോളജി, നിങ്ങളുടെ സ്ട്രാറ്റജി പലർക്കും വളരെ കംഫർട്ടാണ്, അറിയാമെന്നൊക്കെ തോന്നുന്നെങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജിയിലും പല കാര്യങ്ങളും ഇനിയും നിങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തരും ആദ്യത്തെ ഫേസിൽ. ഇങ്ങനെയാണ് പ്രോഗ്രാമിന്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ അപ്പൊ ഇതിൽ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരണം, എന്താണ് എൻ്റെ എലിജിബിലിറ്റി? വർഷങ്ങളായിട്ട് ട്രേഡിങ്ങിലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 വർഷമാകുന്നു. ഞാൻ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ, പേഴ്സണൽ കോച്ച് എന്നുള്ള രീതിയിൽ, കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന സൈക്കോളജിയുടെ ബേസിലാണ് പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട്. അപ്പൊ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സുമാണ്. അപ്പൊ ബിസിനസിന്റെ ആസ്പെക്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ബിസിനസിന്റെ ആസ്പെക്റ്റിലുള്ള എന്റെ എക്സ്പീരിയൻസ്, ഞാനൊരു ബിസിനസ് കൺസൾട്ടന്റ് കൂടിയായിരുന്നു. ട്രേഡിംഗിലേക്ക് വരുന്നതിന് മുമ്പും ട്രേഡിംഗ് ചെയ്തിരുന്ന ആദ്യ കാലഘട്ടത്തിലും നമ്മൾ പാരലായിട്ട് കൺസൾട്ടൻസി ചെയ്തിരുന്നു. പേഴ്സണൽ കൗൺസിലിംഗും നമ്മൾ സജീവമായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ 2 എലമെന്റുകൾ ചേർന്നതായതുകൊണ്ട് ഈ 2 എലമെന്റിലും എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇതേ പ്രോഗ്രാം വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് 1-on-1 സൈക്കോളജി കൗൺസിലിംഗ് മെന്റർഷിപ്പ് അവൈലബിൾ ആണെങ്കിൽ പോലും
വൈ യു ഹാവ് ടു ചൂസ് മീ എന്നുള്ളതിന്റെ ആൻസർ അതാണ്. ഈ രണ്ട് മേഖലയിലും പേഴ്സണൽ കൗൺസിലിംഗിലുള്ള എന്റെ പരിചയം, ബിസിനസ്സിലുള്ള എന്റെ പരിചയം നിങ്ങളെ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തരുന്നതിനൊക്കെ. ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ലൈവ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രേഡുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണാം. പിന്നെ നമ്മുടെ ഡിസ്കോഡിൽ മെന്റർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പ്രോഫിറ്റിലാണോ എന്നുള്ള ചോദ്യമൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ 50% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസ്കോഡിൽ ആ ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട്. അത് മേജർലി പൊസിഷണൽ സ്വിംഗ് ട്രേഡുകളാണ്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ എന്നെ പറ്റിയിട്ടും പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ഫീഡ്ബാക്കും കൂടെ നിങ്ങൾ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ഈ ഫീഡ്ബാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു വൺ ഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇത് കൊള്ളാം അടിപൊളി എന്ന് ആളുകൾ പറയും. ഇത് അങ്ങനെയല്ല. നമ്മളെ പ്രോഗ്രാമിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം 2 മാസമൊക്കെ അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് വലിയ പ്രോഗ്രാമിൽ. അപ്പൊ ട്രേഡ് ചെയ്ത് ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴാണ് ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ 2 മാസമൊക്കെ നമ്മുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്ത് അവർ എന്ത് ബിഹേവിയർ ആയിട്ട് വന്നു പോകുമ്പോൾ ആ ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്കുകൾ കണ്ടാലും അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം നീണ്ടു പോയെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കണം താല്പര്യമുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പൊ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോഗ്രാമിലേക്ക് താഴെ ഞാൻ അതിന്റെ ടെലഗ്രാം ID കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറും നമ്മൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിമം ഒരു 2-2.5 ലക്ഷം ക്യാപിറ്റലൊക്കെ ഉള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ വെറുതെ 20,000-25,000 രൂപ ക്യാപിറ്റൽ വെച്ചതുകൊണ്ട് നമ്മുടെ സൈക്കോളജി ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ ഹാർഡാണ് അത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ.